ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ കുറച്ച് പോളറോയിഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഒരു മാക്രാമേ ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കുന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറച്ച് ഡാൻസ് റീൽസും പരിപാടികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒട്ടും ടൈം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ടായി, എല്ലാവരും നാട്ടിൽ പോയി. ഞാൻ നേരത്തെ പോയതുകൊണ്ട് തന്നെ എനിക്ക് വെക്കേഷൻ ഇല്ല, ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കടുത്ത സമ്മറാണ്, ഭയങ്കര ചൂടായതുകൊണ്ട് വെളിയിലും പോകാൻ പറ്റില്ല. അപ്പോൾ ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് തന്നെ ഇതങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഒരു സാധനത്തിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു പ്രശ്നം. ബീഡ്സ് ഇല്ലായിരുന്നു. വുഡൻ ബീഡ്സ് ആണ് സാധാരണ ഞാനിതിലുണ്ടാക്കി ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ട് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മോൾഡഡ് ക്ലേയുടെ സെറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ബീഡ്സ് ഞാൻ സെറ്റാക്കി എടുത്തു, കളറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ടാസിൽസ് ഉണ്ടാക്കലാണ്. അപ്പം മീഷോയിൽ 185 രൂപയ്ക്ക് കിട്ടുന്ന മാക്രാമേ ത്രെഡാണ് അത്. അതിൻ്റെ അഞ്ച് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 10 ടാസിൽസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ടാസിൽ മിഡിലേക്ക് വേണമായിരുന്നു. അപ്പോൾ അത് ഞാൻ വൈറ്റ് മാക്രാമേ ത്രെഡ് വെച്ചിട്ടും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് മാക്രാമേ ത്രെഡ് വെച്ച് ചെയ്യുന്ന കാര്യം, ഞാൻ വൈറ്റ് റോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അധികം കട്ടിയുള്ള റോപ്പല്ല, ഒരു മീഡിയം കട്ടി വരുന്ന റോപ്പ്. അപ്പോൾ അതിൻ്റെ എൻഡ് നമ്മൾ സാധാരണ രീതിയിലൊന്ന് മടക്കി ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു ബീഡ് കയറ്റി കൊടുക്കുക. ഇതിൽ ഫുള്ള് കുറച്ചുകൂടിയൊക്കെ ബീഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നോട്ട്സൊക്കെ കുറച്ചിട്ട് നമുക്ക് ബീഡ്സ് തന്നെ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനിതിന് ഗ്യാപ്പ് കിട്ടാനായിട്ട് കൂടുതലും നോട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കെട്ടിട്ട് കൊടുക്കും. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ട് വരും. ഫോട്ടോ ഇടുമ്പോൾ ഒരു സ്പേസ് വേണമല്ലോ. അപ്പം ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ബീഡ്, അത് കഴിഞ്ഞിട്ട് ഒരു കെട്ടിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റോപ്പ് ഞാനിങ്ങനെ ഡിഫറെൻറ്റ് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു അസെൻഡിങ് ഓർഡറിൽ ചെറിയ വലുതിലോട്ട് വരുന്ന രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കൂടുതൽ കിട്ടാനായിട്ട് 2 നോട്ട് ഇട്ടു, പിന്നെ ഒരു ബീഡ് ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെയും 2 നോട്ട് ഇട്ടു. അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് കിട്ടും. ഒരു ഹാങ് ചെയ്യുന്ന പാർട്ടും അടുത്ത ഹാങ് ചെയ്യുന്ന പാർട്ടും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് കിട്ടും. ഇനി അടുത്ത സൈസിലെ റോപ്പ്, അതായത് സെക്കൻഡ് സൈസിലെ റോപ്പ് അതിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. ഇത് ഈ മടക്കുന്ന രീതിയൊക്കെ അപ്പോൾ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ്, കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അതായത് 2ആയിട്ട് മടക്കിയിട്ട് ഒന്ന് മുകളിൽ കൂടി അതിൻ്റെ അറ്റം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇടുക. അപ്പോൾ കറക്റ്റ് ഒരേ രീതിയിലാണ് ചെയ്തു പോയിട്ടില്ല, എൻഡ്സിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ 2 കെട്ട് ഒരു ബീഡ്, 2 കെട്ട് റോപ്പ്, അത് കഴിഞ്ഞ് 2 കെട്ട് പിന്നെ ഒരു ബീഡ്, അങ്ങനെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ 4ാമത്തെ റോപ്പ് വരെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി മിഡിലെ ഭാഗമാണ്. ആ മിഡിലെ ഭാഗത്ത് ഞാൻ 2 റോപ്പ് ഇടുന്നുണ്ട്. വേറൊന്നുമല്ല, അവിടെ ഒരു സ്പെഷ്യൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു എലമെൻറ്റ് കൊടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നടുക്കത്തെ കാര്യം സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ നടുക്കത്തെ റോപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ലെങ്ത്ത് കൂടിയത്, അസെൻഡിങ് ഓർഡറിൻ്റെ ഏറ്റവും എൻഡിലെ ഏറ്റവും വലിയ റോപ്പാണ് വരേണ്ടത്. പക്ഷേ എനിക്കിതിൽ ചെറിയൊരു അബദ്ധം പറ്റും. വലിയ റോപ്പ് തന്നെയാണ് കൊടുത്തത്, പക്ഷേ ഇപ്പോൾ കൊടുത്തതിനെക്കാട്ടിയും ഇരട്ടി ലെങ്ത്ത് എടുക്കാനുള്ളതായിരുന്നു. എന്നിട്ട് ഒരു സൈഡ് ലെങ്ത്ത് കൂട്ടി, അതായത് ഇപ്പം ആദ്യ ഇട്ട റോപ്പിൻ്റെ ഇടത്തെ സൈഡും 2ാമത്തെ ഇട്ട റോപ്പിൻ്റെ വലത്തെ സൈഡും ഏറ്റവും നീളം കൂട്ടിയിട്ട് ഇടാനുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സ്പൈറൽ നോട്ട്, അതായത് ഞാനിപ്പം നടുക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ സ്പെഷ്യൽ സർപ്രൈസ് എന്ന് പറയുന്നത് സ്പൈറൽ നോട്ടാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ടാണ് എനിക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റായിരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഡിസെൻഡിങ് ഓർഡറിൽ സെയിം രീതിയിൽ തന്നെ, അതായത് ഗ്യാപ്പൊക്കെ കറക്റ്റ് പക്കയായിട്ട് കൊടുക്കണം. എന്നാലും നമുക്കിത് കിടക്കുമ്പോൾ ചെരിഞ്ഞൊന്നും കിടക്കാതെ കറക്റ്റായിട്ട് കിടക്കത്തുള്ളൂ. ഇനി സ്പൈറൽ നോട്ടിൻ്റെ കാര്യം പറയാം. നമ്മൾ നടുക്ക് കൊടുക്കുന്ന നോട്ടാണ് സ്പൈറൽ നോട്ട്. അതിനായിട്ട് ഇതുപോലെ 4 ത്രെഡ് വേണം. അതിൽ മിഡിൽ വരുന്ന, അതായത് ആദ്യത്തെ റോപ്പിൻ്റെ ഒരു ത്രെഡ്, 2ാമത്തെ റോപ്പിൻ്റെ ഒരു ത്രെഡ്, അത് രണ്ടും അനങ്ങാണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അതിന് ചുറ്റിനുമായിട്ട് നമ്മൾ സ്ക്വയർ നോട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഈ സ്ക്വയർ നോട്ടിൻ്റെ ഫുള്ള് ചെയ്യുന്നില്ല, ഹാഫ് സ്ക്വയർ നോട്ടാണ് സ്പൈറൽ നോട്ടിൽ വരുന്നത്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഹാഫ് സ്ക്വയർ നോട്ട് തന്നെ ചെയ്ത് പോകുമ്പോഴത്തേക്കും അതൊരു സ്പൈറൽ പോലെ ഇങ്ങനെ ചുരുണ്ട് ട്വിസ്റ്റായിട്ട് വരും. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ നമ്മളത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാനുള്ള ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാഫ് സ്ക്വയർ നോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ കയറിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരുന്നത്, അതായത് സ്പൈറൽ ഷേപ്പിൽ അതാണ് സ്പൈറൽ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പൈറൽ നോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് റോപ്പ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് താഴെ വരെ ചെയ്യാൻ പറ്റില്ല, ഒരു ഹാഫ് വരെ ചെയ്തിട്ടുണ്ട്. ബാക്കി റോപ്പ് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. ടാസിൽസും കൂടെ വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് നോട്ടായിട്ട് ഞാൻ റാപ്പ് നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ റാപ്പ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ഈ നോട്ട് കാണാനും പറ്റില്ല, എൻഡ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കും. എക്സ്ട്രാ വരുന്നതൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കൊടുത്തിട്ടുള്ള എല്ലാ നോട്ട്സിൻ്റെയും ഒരു പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ടോ കറക്റ്റായിട്ട് ചെയ്താൽ ഇതേപോലെ തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻഡിൽ ടാസിൽസ് കൊടുക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ സെയിം റോപ്പ് തന്നെ യൂസ് ചെയ്ത് ടാസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും നമുക്കൊരു വേറൊരു കളറിലൊരു സാധനം കണക്ട് ചെയ്യുമ്പോൾ ഒരു വൃത്തികേട് വരില്ലേ, അത് വരാതിരിക്കും. അപ്പോൾ ഞാൻ 2 രീതി ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത റാപ്പ് നോട്ട് വെച്ചിട്ട് 2 റോപ്പും കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഡും കൊടുത്തിട്ട് നമ്മുടെ ടാസിൽസ് ജസ്റ്റ് കെട്ടിക്കൊടുക്കുന്നതും ചെയ്തിട്ടുണ്ട്. അത്
അതുപോലെ തന്നെ ടാസിൽസ് ഒരു ജമ്പ് റിങ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള രീതിയിലും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ രീതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എൻഡ്സ് രണ്ടും കൂടി നമ്മൾ വേറൊരു ചെറിയ റോപ്പ് എടുക്കുക. ഞാനൊരു ചെറിയ ത്രെഡ് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ റാപ്പ് നോട്ട് തന്നെ ചെയ്ത് ഈ റോപ്പ് രണ്ട് എൻഡ് കണക്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാനൊരു ബീഡും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബീഡും കൂടി ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ടാസിൽസ് കെട്ടിക്കൊടുക്കുക. രണ്ടാമത്തത് നമ്മൾ ടാസിൽസ് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നമ്മളൊരു ജമ്പ് റിങ് ടാസിലിൽ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റോപ്പിനെ ജസ്റ്റ് നമ്മൾ സാധാ രീതിയിൽ ഒരു കെട്ടിടുന്ന രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നോട്ടിട്ട് അത് കണക്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ മറക്കാണ്ട് ഒരു ബീഡ് കണക്ട് ചെയ്ത് കൊടുക്കണം. ആ ബീഡ് വെച്ചിട്ട് അതിൻ്റെ ഒരു വെയിറ്റിലാണ് അത് ഹാങ് ചെയ്ത് കിടക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുത്ത ശേഷം ഈ ജമ്പറിങ് വെച്ചിട്ട് ഈ ടാസിൽസ് അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് രണ്ടാമത്തെ രീതിയാണ് കൂടുതൽ വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ളത്. രണ്ട് രീതിയിൽ ചെയ്താലും ഒരു ചെറിയൊരു ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉന്തി നിൽക്കുന്നുണ്ടാവും. കാരണം നമ്മൾ ആ സെയിം ത്രെഡ് യൂസ് ചെയ്താൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല, നമ്മളത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും എൻഡിൽ ഇതുപോലെ ടാസിൽസ് കൊടുക്കുക. ഞാൻ നേരത്തെ പോളറോയിഡ്സ് ഇങ്ങനെ വെറുതെ ഹാങ് ചെയ്തിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ ഒരു ഫെയറി ലൈറ്റും വുഡൻ ക്ലിപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഹാങ്ങിങ് ഒന്ന് തൂക്കി കൊടുക്കുക. പോളറോയിഡ്സ് ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ മാത്രം ഞാൻ ഫെയറി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.